സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ നടക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. ആ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഇനി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു വ്യൂഹമാണ്. ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ VR നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ദിപിൻ KS നയിക്കുന്ന കേരള പ്രിസൺസ് വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ്. കേരള എക്സൈസ് വിഭാഗത്തിന്റെ ഒരു വ്യൂഹമാണ് അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യൂഹത്തെ നയിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് JS. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ RC അരുൺ നയിക്കുന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിജന്റ് ആണ്. കേരള അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂഹത്തെ സ്റ്റേഷൻ ഓഫീസർ അരുൺ മോഹൻ A നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിതിൻ കുമാർ നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സൈനിക് സ്കൂളിന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ സീനിയർ അണ്ടർ ഓഫീസർ അഭിവന്ത് ബൈജു നയിക്കുന്നു. സീനിയർ അണ്ടർ ഓഫീസർ ആരോമൽ A നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ ആർമി വിംഗ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അണ്ടർ ഓഫീസർ കുമാരി നന്ദന ലാൽ നയിക്കുന്ന NCC സീനിയർ വിംഗ് ആർമി ഗേൾസിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ അതുൽ അഷ്റഫ് നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റ് ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് സർജന്റ് അതുൽ G കുമാർ നയിക്കുന്ന NCC ജൂനിയർ ഡിവിഷൻ എയർ വിങ്ങിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അടുത്തതായി സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിജന്റിന്റെ മാസ്റ്റർ അഭിനവ് SR നയിക്കുന്നു. കുമാരി നന്ദന R നയിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരത് സ്കൗട്ട്സിന്റെ ഒരു വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. വ്യൂഹത്തെ ട്രൂപ്പ് ലീഡർ മാസ്റ്റർ അഭിറാം കൃഷ്ണൻ നയിക്കുന്നു. ഭാരത് ഗൈഡ്സിന്റെ കമ്പനി ലീഡറായ കുമാരി ഐശ്വര്യ നയിക്കുന്ന ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. മൗണ്ടഡ് പോലീസ് റിസർവ് സബ് ഇൻസ്പെക്ടർ അനൂപ് MA നയിക്കുന്ന മൗണ്ടഡ് പോലീസ് വിഭാഗമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 1, 3, 4 ബറ്റാലിയന്റെയും ബ്രാസ് ബാൻഡ് വിഭാഗങ്ങളാണ്. ഈ വിഭാഗത്തെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ അരുൺ പ്രസാദ് നയിക്കുന്നു. അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സ്പെഷ്യൽ ആംഡ് പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 2, 5 ബറ്റാലിയനുകളുടെയും പൈപ്പ് ബാൻഡ് വിഭാഗങ്ങളാണ്. ഈ വിഭാഗത്തെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ ശശി കുമാർ നയിക്കുന്നു.
സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി. അതിനുശേഷം വിവിധ പോലീസ് സേനാംഗങ്ങളുടെ പരേഡ് സ്വീകരിച്ചു, അഭിവാദ്യം സ്വീകരിച്ചു. ഇപ്പോൾ ആ ചടങ്ങ് അവിടെ പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരും ദേശീയ പതാക ഉയർത്തി. രാജ്യത്തുടനീളം ഇന്ന് സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ നടക്കുകയാണ്. മനീഷ് മഹിപാൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് വിശദാംശങ്ങളുമായുണ്ട്. മനീഷ്, മുഖ്യമന്ത്രി അല്പസമയം മുൻപാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തിയത്. വിവരങ്ങൾ എങ്ങനെയായിരുന്നു ചടങ്ങ്? അനുജ, 26 പ്ലാറ്റൂണുകളാണ് നിലവിൽ മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ചുകൊണ്ട് ഈ പരേഡ് ഗ്രൗണ്ടിലൂടെ കടന്നുപോയത്. അങ്ങനെ വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റു വിഭാഗങ്ങളുടെയും പരേഡ് മുഖ്യമന്ത്രി പരിശോധിച്ചു. അതിനുശേഷം അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയി. ഇനി മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. പരേഡ് കമാൻഡർ അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ മലബാർ സ്പെഷ്യൽ പോലീസ്, സ്പെഷ്യൽ ആംഡ് പോലീസ്, KAP കേരള ആംഡ് വിമൻസ് പോലീസ് ബറ്റാലിയൻ, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, ജയിൽ, എക്സൈസ്, വനം വകുപ്പുകൾ, തിരുവനന്തപുരം സിറ്റി പോലീസ്, തമിഴ്നാട് പോലീസിന്റെ അടക്കമുള്ള വിവിധ വിഭാഗങ്ങളുടെ ഒപ്പം തന്നെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, അങ്ങനെ വിവിധ വിഭാഗങ്ങൾ, സേന തുടങ്ങിയവർ അണിനിരുന്നു. അശ്വാരൂഢ സേന അടക്കമുള്ളവർ ഈ പ്ലാറ്റൂണുകൾ 26ഓളം പ്ലാറ്റൂണുകൾ ഉണ്ടായിരുന്നത് അങ്ങനെ അണിനിരന്നു. ഇനി മുഖ്യമന്ത്രി സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകും. അതിനുശേഷമായിരിക്കും വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഒപ്പം തന്നെ ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. ഈ മുഖ്യമന്ത്രി പതാക ഉയർത്തിയ സമയത്തായിരുന്നു ഭാരതീയ വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തിയത്. എല്ലാ സമാപന സമയത്തായിരിക്കും നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുക. അങ്ങനെ ഇനി മുഖ്യമന്ത്രി നൽകുന്ന സ്വാതന്ത്ര്യദിന സന്ദേശത്തിലേക്കായിരിക്കും എത്തുക. ഒപ്പം തന്നെ വിവാദ വിഷയം, നിലവിൽ വിഭജന വിഷയവുമായി ബന്ധപ്പെട്ട വിഭജന ഭീതി ദിനാചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെയാണെങ്കിൽ അത് നിർണായകമായിരിക്കും. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ടാണ് ഗവർണർ വിളിച്ചിട്ടുള്ള അത്താഴ വിരുന്ന്, ഗവർണറുടെ വസതിയിൽ രാജ്ഭവൻ വിളിച്ചുള്ള വിരുന്നുള്ളത്. അതിൽ വിരുന്നിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുക്കുമോ എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ഈ വിരുന്നിന് രാജ്ഭവനിലേക്ക് വിരുന്നിന് വിളിച്ചെങ്കിലും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എത്തിയിരുന്നില്ല. ആ രീതിയിൽ ഇത്തവണയും ഈ ഗവർണർ സർക്കാർ പോരുമുറുകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിലേക്ക് എത്തുമോ എന്നതും വലിയ ചോദ്യചിഹ്നമാണ്. എന്തായാലും പരിപാടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശിഷ്ട സേവനത്തിലുള്ള മെഡലുകൾ അടക്കം മുഖ്യമന്ത്രി ഇനി വരുന്ന നിമിഷങ്ങളിൽ വിതരണം ചെയ്യും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പരേഡ് പരിശോധനയ്ക്ക് ശേഷം പ്ലാറ്റൂണുകൾ മുഖ്യമന്ത്രിക്ക് അഭിവാദനം അറിയിച്ച് കടന്നുപോയിട്ടുണ്ട്. കേരള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അടക്കം NCCയുടെയും വിഭാഗങ്ങൾ, വിവിധ സായുധ സേനാ വിഭാഗങ്ങളും തമിഴ്നാട് പോലീസിന്റെയും സേനാ വിഭാഗം ഉണ്ടായതും ഒരു ശ്രദ്ധേയമാണ്. അനുജ.